ഓം നമോ നാരായണായ. നമസ്കാരം. ഞാൻ അഞ്ജലി യദുകൃഷ്ണൻ, കുര്യാറ്റുപുറത്തിൻ്റെ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. ആലപ്പുഴയിലെ തന്നെ ഏറ്റവും പുരാതനമായ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. 5 ആട്ടവിശേഷങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്നത്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഭഗവാന്റെ തിരുവുത്സവ തിരുവാറാട്ട്. ഈ വർഷം നവംബർ 28, 2024 മുതൽ ഡിസംബർ 5, 2024 വരെയാണ് ഉത്സവം ആചരിക്കുന്നത്. വൃശ്ചിക മാസത്തിലെ തിരുവോണമാണ് ഭഗവാന്റെ നാളായി ആചരിക്കുന്നത്. അന്ന് തന്നെയാണ് ഭഗവാന്റെ ആറാട്ടും നടത്തുന്നത്. നവംബർ 28 രാവിലെ കൊടിക്കയർ സ്വീകരിച്ചതിന് ശേഷം കൊടിയേറ്റ് പൂജയും കൊടിയേറ്റും നടക്കും. അന്നേ ദിവസം വൈകുന്നേരം ഭഗവാൻ കുര്യാറ്റുപുറത്തില്ലത്തേക്ക് എഴുന്നള്ളുന്നതാണ്. അവിടെ വെച്ച് ഭഗവാനും ഭഗവതിക്കും പൂജയും പിന്നെ പൂരവും നടക്കുന്നതാണ്. പെരുവനം സതീശൻ മാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെയാണ് ഭഗവാനും ഭഗവതിക്കും പൂരം ഉണ്ടായിരിക്കുന്നത്. പൂരത്തിന് ശേഷം ഭഗവാനും ഭഗവതിയും തിരിച്ച് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുകയും അവിടെ വെച്ച് വർണ്ണാഭമായ കുടമാറ്റവും നടക്കും. കുടമാറ്റത്തിന് ശേഷം ആദ്യ ദിവസം സമാപിക്കും. തിരുവമ്പാടി ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഭഗവാൻ നമ്മുടെ കൂടെ സജീവമായി നിലനിൽക്കുന്നു എന്നത് തന്നെയാണ്. അതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഈ അടുത്ത് തന്നെ ഒരു ഭക്തൻ തന്റെ മകളുടെ പഠനത്തിനായി ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആ ലോൺ സാങ്ഷനായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം വളരെ സങ്കടമായി ഭഗവാന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഭഗവാന്റെ പടിഞ്ഞാറെ വിളക്ക്, അതായത് ഇപ്പോ എന്റെ പുറകുവശം കാണുന്ന ആ വിളക്കിന്റെ അതിലെ കൂടെ ഒരു ബാലൻ നടന്നു പോകുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ആ സമയത്ത് വിചാരിച്ചു അത് തോന്നലായിരിക്കാം എന്ന്. പക്ഷെ അദ്ദേഹം തൊഴുത് സങ്കടത്തോടുകൂടി തന്നെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. വീടിന്റെ അടുത്തെത്താറായപ്പോൾ അദ്ദേഹത്തിന് ഒരു മെസ്സേജും ഒരു കോളും വന്നു, താങ്കളുടെ ലോൺ പാസ്സായി എന്ന്. അന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു അത് ഭഗവാൻ തന്നെ ആയിരുന്നു എന്ന്. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. നിരവധി ഉത്സവ ചടങ്ങുകളും വിശേഷാൽ പൂജകളും അതോടൊപ്പം വിവിധ കലാപരിപാടികളും ആസ്വദിക്കാനായി എല്ലാ ഭക്തജനങ്ങളെയും ദേവസ്വത്തിന്റെ പേരിൽ സഹർഷം സ്വാഗതം ചെയ്യുന്നു.